ഓക്കെ, ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ ട്രേഡ് എടുക്കേണ്ട ലെവൽസാണിത്. 25,393, 25,505, ഈ 25,638 ഈ റേഞ്ച് 35. ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് നോക്കാം. അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയൊരു 5 മിനിറ്റ് IDX എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു താഴേക്കൊരു ട്രേഡ് നോക്കാം. മാർക്കറ്റ് നമുക്ക് ഈ ലെവലിലെത്തണം. ഇതിന് ഈ ഒരു ഹൈക്ക് മുകളിൽ ഒരു ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഇനി ഇതിന് മുകളിൽ 15 മിനിറ്റ് വരെ IDX ഉണ്ട്. അപ്പോൾ മാർക്കറ്റിന് അങ്ങോട്ടേക്ക് പോകുമെന്നറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ഇവിടെ നിന്നൊരു ട്രൈ നോക്കാം. എന്തായാലും ഇതിപ്പം SL അടിക്കും എന്താണെങ്കിൽ നമുക്കൊരു ട്രേഡ് കൂടെ നോക്കാം. മാർക്കറ്റ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ എന്തായാലും നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് കുറച്ച് റിസ്ക് എൻട്രിയാണ്, എന്നാലും നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഒരു ട്രേഡ് SL അടിച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡും കൂടെ, 2 ട്രേഡ് SL ആണെങ്കിൽ ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ നിർത്തും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡെയിലി 2 ട്രേഡ്സ് ആണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ 2 ട്രേഡ്സ്, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കാം. ഒരു 30 എടുത്തു കഴിഞ്ഞൊരു 30 പോയിൻറ്റ്സ് പ്രീമിയം കിട്ടുമെന്ന് നോക്കാം. 30 അതിന് എബോവ് കിട്ടുമെന്ന് നോക്കാം. അതാ വരുന്നുണ്ട്. നമുക്കെന്തായാലും നമ്മുടെ ഈ ഹൈക്ക് മുകളിൽ ക്യാൻഡിൽ വന്ന് ക്ലോസ് ആയതിനു ശേഷം ആ ക്യാൻഡിലിൻ്റെ നെക്സ്റ്റ് ഹൈ നോക്കി നമുക്ക് ട്രേഡ് എടുക്കാം. അതിന് മുകളിലേക്ക് ഒരു ക്യാൻഡിൽ കൂടെ വരുമോ നോക്കിയിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാം. എന്തായാലും നമ്മുടെ ഈ ഹൈ ഇല്ല, ഈ ലെവല് ക്രോസ് ചെയ്യട്ടെ മാർക്കറ്റ്. എന്തായാലും മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും ആ ഹൈ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്ത നെക്സ്റ്റ് ക്യാൻഡിൽ വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഞാൻ അപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് 125.85 കിട്ടി. ഞാൻ ഒരു 5 പോയിൻ്റ് SL വയ്ക്കുന്നത്. അപ്പോൾ ഒരു 120.50 SL വയ്ക്കും ഞാൻ. ഓക്കെ, ഞാൻ അപ്പം എൻ്റെ SL ഞാൻ മൊബൈലിലാണ് സെറ്റ് ചെയ്തത്. SL വേണം 100. അത് അതാ മുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് നോക്കാം. ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല. 5 പോയിൻ്റ് SLും ക്യാച്ച് ചെയ്യുമ്പോൾ ഒരു 25-30 പോയിൻറ്റ്സ് എബോ ക്യാച്ച് ചെയ്യാറുണ്ട്.
എന്തായാലും നമ്മുടെ ഫസ്റ്റ് ട്രേഡാണ്. ഇപ്പം എസ് എൽ ആയാലും എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എസ് എൽ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് കൂടെ നോക്കാം. നമുക്ക് ഇവിടെ 25,276 റേഞ്ചിലൊരു 15 മിനിറ്റ് എസ് എൽ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ട്രേഡിനും കൂടെ വെയിറ്റ് ചെയ്യാം. അതും എസ് എൽ ആണെങ്കിൽ നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു. നമ്മുടെ എസ് എൽ അടിച്ചു, 5 പോയിൻറ്റ്സ് എസ് എൽ അടിച്ച് നമുക്കൊരു 1738 ലോസായി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ലെവല്. മാർക്കറ്റ് അടുത്തത് ഈ ഒരു ഹൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് നോക്കാം താഴേക്ക്. ഇനി മാർക്കറ്റിന് ഇത്രയും വരണം, വെയിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് നല്ലൊരു മൊമെൻ്റാണ് താഴേക്ക് വന്നത്, അതുകൊണ്ട് ഇനി തിരിച്ച് ഇത്രയും വരണമെന്നുമില്ല, എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ എൻട്രി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമുക്ക് നോക്കാം. ഈ ഒരു ലാസ്റ്റ് ഉണ്ട്, ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ മുകളിൽ ക്യാൻഡിൽ വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. കുറച്ച് റിസ്ക്കാണ് എൻട്രി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇവിടെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഏറ്റവും മുകൾ മാർക്കറ്റ് റിവേഴ്സ് ആയ ഭാഗത്ത് തന്നെ, പക്ഷേ ഇത് മാർക്കറ്റ് അതിനെക്കാട്ടി ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് വന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ എൻട്രി നമുക്കിപ്പോൾ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് നേരത്തെ എൻട്രി മിസ്സായി. നമുക്കപ്പം അടുത്ത എൻട്രി വരുന്നത് ഇവിടെയാണ്. ഈ ഒരു പോയിൻ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഈ ഒരു പോയിൻ്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാൻ സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് നമ്മുടെ റിസ്ക്കും കൂടെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ചെറുതാക്കി ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇവിടെ വരുവാണെങ്കിൽ എൻട്രി എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കത്തില്ല. ഇത് ഇവിടെ വന്ന് തിരിച്ച് പോവുകയാണെങ്കിൽ എടുക്കത്തില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അവിടെ മാർക്കറ്റ് അങ്ങോട്ട് എത്തട്ടെ. അതാ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 153.23 കിട്ടി. നമ്മുടെ അപ്പോൾ എസ് എൽ 5 പോയിൻറ്റ്, അപ്പോൾ 53 ആകുമ്പോൾ ഒരു 148 എസ് എൽ. ഇപ്പം തന്നെ ഒരു 10 പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. 153 നമുക്കിപ്പോൾ ഇത് 163 ആയിട്ടുണ്ട്. 64 ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാം. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഇന്നത്തെ ലോ എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യേണ്ട. ഒരു 30+ പോയിൻറ്റ്സ് കിട്ടുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഇപ്പം 20 പോയിൻറ്റ്സ് എബോവ് ആയിട്ടുണ്ട്.
ഒരു പെർഫെക്റ്റ് എൻട്രി ആയി. നമ്മൾ എടുത്ത അവിടെ നിന്ന് തന്നെ കറക്റ്റ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. ഇന്നത്തെ എൻട്രി ഞാൻ എന്താ ഇവിടെ നിന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കൺഫർമേഷൻ അനുസരിച്ച് ഇവിടെ കിട്ടിയില്ല. അങ്ങനെ പിന്നെ അടുത്ത ഇവിടെ നിന്നാണ് ഇന്ന് മാർക്കറ്റ് അടുത്ത എൻട്രി കിട്ടിയത് എനിക്ക്. എന്തായാലും നമുക്കിപ്പം ഒന്ന് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും നല്ലൊരു ഡൗൺഫോൾ തരാൻ ചാൻസ് ഉണ്ട്. ഒരു 25 പോയിൻ്റ് അടുപ്പിച്ച 25 പോയിൻറ്റ്സ് അടുപ്പിച്ചായി. നമ്മുടെ ലോസും ഫസ്റ്റ് ട്രേഡിലെ ലോസും പോയിട്ട് ഇപ്പോൾ ഒരു 6000 ഇപ്പോൾ കാണിച്ചു. എന്തായാലും വെയിറ്റ് ചെയ്യാം, നോക്കാം. എന്തായാലും ഈ 25 പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും മാർക്കറ്റിന് ഈ ട്രേഡിൽ നമുക്ക് ഇനി ലോസ് ഇല്ല. ഈ ട്രേഡ് ഞാൻ അപ്പം നമുക്ക് കിട്ടിയ പോയിന്റിൽ തന്നെ ഞാൻ SL ട്രയൽ ചെയ്യാൻ പോവാം. അപ്പം 153 നമുക്ക് ട്രേഡ് കിട്ടി. അപ്പം 154 ഞാൻ SL വയ്ക്കുന്നു ഇപ്പം. അപ്പം ഇനി തിരിച്ച് മാർക്കറ്റ് പോയാൽ നമുക്ക് ലോസ് ഇല്ല ഈ ട്രേഡിൽ. ഇവിടെ ഒരു 5 മിനിറ്റ് IDX ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ആക്കാം ഈ ഒരു ഏരിയ എത്തുമ്പോൾ. എന്തായാലും മാർക്കറ്റ് നമുക്ക് എന്താ ടാർഗറ്റ് അടിക്കുക ഇതാണ് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിച്ചു തരാം. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു എബോവ് അല്ല, ഒരു അറൗണ്ട് 40 ഒരു 38 പോയിൻറ്റ്സ് ഒക്കെ ആയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തു. മാർക്കറ്റ് താഴേക്ക് പോകുന്നത് തന്നെയാണ്. പക്ഷേ ഞാനൊരു 30 പോയിൻറ്റ്സിന് എബോവ് ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറ്. 30 പോയിൻറ്റ്സ് എബോവ് പോകുമ്പോൾ എക്സിറ്റ് ചെയ്യും. എനിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് ഇവിടെ ഈ 5 മിനിറ്റ് IDX എടുക്കുന്നവരെ. പക്ഷെ ഞാൻ ഒരു 38 പോയിൻറ്റ്സ് ആയപ്പോൾ ഞാൻ ഇപ്പോൾ എക്സിറ്റ് ചെയ്തു എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഓവറോൾ ഒരു 10,600 പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രേഡ് ചെറിയൊരു ലോസും, സെക്കൻഡ് ട്രേഡ് ഒരു 40 അറൗണ്ട് പോയിൻറ്റ്സ് പ്രോഫിറ്റും എടുത്തു. ഓക്കെ, നമുക്കിനി വേറെ നല്ല ട്രേഡ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് നിർത്തും. എന്താണ് നോക്കാം നമുക്ക്.